Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, നമ്മൾ കമ്പ്യൂട്ടർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? ബേസിക് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ആയിരുന്നു. Yes, ma'am. ഓക്കെ, ഇപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് തുടങ്ങി വെച്ചു അല്ലെ? 2 പോയിന്റ്സ് ഒക്കെ. Fifth point. തുടങ്ങാനുള്ള. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് തുടങ്ങിയാണ് നമുക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. ഓക്കെ, നമ്മള് മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ? നമുക്ക് എന്തെങ്കിലും റിസീവ്സോ അല്ലെങ്കിൽ ലെറ്ററുകൾ, അതൊക്കെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ, ഡോക്യുമെന്റുകൾ അതൊക്കെ തയ്യാറാക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ സ്പീഡില് നല്ല അല്ലെ, ആർക്കാണെങ്കിലും ഫ്രഷേഴ്സിനാണെങ്കിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇനി ഒരു 4 പോയിന്റ് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് സാധാരണ രീതിയിൽ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതേമാതിരി തന്നെ ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, അതിന് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും അല്ലെ, എന്തെങ്കിലുമൊക്കെ ഭേദഗതി വരുത്താനുള്ള ശേഷി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കൊളാബറേഷൻ ഓഫ് ആൻഡ് ഷെയറിംഗ്, അതായത് എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് തന്നെ ഡോക്യുമെന്റുകളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. റിച്ച് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, അതായത് നമുക്ക് ഇൻ കേസ് സൈസ് കൂട്ടാനോ അല്ലെങ്കിൽ കളർ കൊടുക്കാനോ മറ്റേ എന്തെങ്കിലും അല്ലെ, ആ ഒരു മാറ്ററിന്റെ ഇത്തിരി കൂടി നല്ല അപ്പിയറൻസ് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേർഡ് കൈകാര്യം ചെയ്യുമ്പോൾ തരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ് ആണ്. ഓക്കെ, അതും നമുക്കറിയാം ടൈപ്പ് ചെയ്യുന്നവർക്കൊക്കെ അല്ലെ, സ്പെല്ലിങ്ങുകളും അതേമാതിരി തന്നെ വ്യാകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. അതേമാതിരി ആൻസർ അല്ലെ, ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷനുകളും കാണിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും എന്താണ് ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. നോക്കാം. വേർഡ് കൺസിസ്റ്റ് ഓഫ് ബിൽറ്റ് ഇൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടൂൾസ് ടു മേക്ക് യൂസേഴ്സ് ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ്. അതായത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് നന്നായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ അല്ലെ, നമുക്ക് തിരിച്ചറിയാനായിട്ടും അതിന്റെ കറക്റ്റ് എറേഴ്സ്, എന്തെങ്കിലും എററുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഓപ്ഷനുകൾ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള സ്പെൽ ചെക്കിങ്ങുകളും ഗ്രാമർ ചെക്കിങ് കാര്യങ്ങളെല്ലാം ഈ ടൂള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അണ്ടർലൈൻ മിസ്സ്പെൽഡ് വേർഡ്സ് ആൻഡ് സജസ്റ്റ് കറക്ഷൻസ് വിച്ച് എൻഷുർ ദ ആക്യുറസി ഓഫ് റിട്ടൺ കണ്ടന്റ്. കേസ് നമുക്കറിയാം എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് തന്നെ അതിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും ഇല്ലേ? ഉണ്ടാവില്ലേ? ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. അതിനോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും അല്ലെ, സ്യൂട്ടബിൾ ആയിട്ട് തന്നെ ചേർക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും കാണിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ വേർഡുകൾ മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് വിച്ച് എൻഷുർ ദ ആക്യുറസി ഓഫ് റിട്ടൺ കണ്ടന്റ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് നല്ല വ്യക്തമായിട്ട് അല്ലെ, ആക്യുറസിയോടുകൂടി കൃത്യതയോട് കൂടിയിട്ട് തന്നെ അത് എഴുതാനായിട്ട് അല്ലെ, അത് കൃത്യമായി തന്നെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് ഉറപ്പ് നൽകുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രയും വറീഡ് ആവേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡിലേ അല്ലെ, എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിന്റെ എറർ കാണിച്ചു തരും. ദെൻ അത് മാത്രമല്ല അതിന് പറ്റിയ ഓപ്ഷൻസും അത് കാണിച്ചു തരും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. എന്താണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സിൽ പറയുന്നത്? Users can insert different objects into their documents like images, shapes, charts and tables. In case user നമ്മൾ ഉപഭോക്താവ് അതായത് ആ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി ഉദ്ദേശിക്കുകയാണ് അതിൽ കുറച്ച്
ഷേപ്പുകൾ കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചാർട്ടുകൾ അല്ലെങ്കിൽ ടേബിളുകളൊക്കെ അതിൽ ഫോമാറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ അതല്ലേ, അത്തരത്തിലുള്ള ഇൻസേർഷൻ, അതായത് അത് ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫെസിലിറ്റിയും കൂടി ഈ വേർഡ് പ്രദാനം ചെയ്യുന്നുണ്ട്. വേർഡ് പെർമിറ്റ്സ് resizing of position and formatting of these objects, making it easy to improve the visual appeal of a document. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും മാറ്ററിനെ അതൊന്ന് വലുപ്പത്തിൽ കാണിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റൈല് മാറ്റി കൊടുക്കണം, അതിൽ കോളംസ് അല്ലെങ്കിൽ ഏറ്റവും കൂടി എന്തെങ്കിലും ചാർട്ട് രൂപേണയോ ഷേപ്പ് കൂട്ടിച്ചേർത്തൊക്കെ കൊടുക്കണമെങ്കിൽ അതിനേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ നമ്മുടെ ഡോക്യുമെന്റ്സിന്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? നമ്മളിപ്പോ തയ്യാറാക്കുന്ന ഡോക്യുമെന്റ് അല്ലെ, എന്തെങ്കിലുമൊക്കെ അത് ഇച്ചിരിയും കൂടി എന്താണ് അതിൽ പ്രധാനമായിട്ടും ഓക്കെ ബ്യൂട്ടി അല്ലെ, നല്ല കാഴ്ചക്ക് കാണാനായിട്ട്, അതെ ഓക്കെ, നല്ല അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ ഫീലിംഗ് അല്ലെ, ദൃശ്യവൽക്കരണം നടത്താനായിട്ട് ഡോക്യുമെന്റിൽ തന്നെ നല്ലൊരു ദൃശ്യവൽക്കരണം നടത്താനായിട്ട് ഇത്തരത്തിലുള്ള ഹെൽപ്പുകൾ, അതായത് ഇത്തരത്തിലുള്ള ചാർട്ടുകളും എല്ലാം ഈ ഒരു വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ യൂസേജുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡോക്യുമെന്റ് സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്കറിയാം നോട്ടീസും പോലെയുള്ള സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി കൂടി ഫോക്കസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടാവും അല്ലെ, അത് ചിലപ്പോൾ ചില അല്ലെ ഫ്രണ്ടിൽ തന്നെ ഇത്തിരിയും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ കൊടുക്കണമെന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേർഡിന്റെ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. എന്തായാലും ഉദ്ദേശിക്കുന്നത് There provides a wide range of templates and themes for various document type, including resumes, letters, flyers, and more. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യത്തിനല്ലേ നമ്മൾ സാധാരണ വേർഡ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ അല്ലെ, ടെംപ്ലേറ്റ്സുകളെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. These templates offer pre-designed layouts and formatting the save time and effort for users. നമുക്കറിയാം നമ്മുടെ മുന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റർ അവിടെ ഉണ്ടായെങ്കിൽ എന്താണ്, നമുക്ക് അതിൽ ചെറിയ വെരിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയാൽ മതിയാവും അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോമാറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ പ്രത്യേകത. ചിലപ്പോൾ അതിൽ കുറച്ച് വേർഡ്സുകളോ ഡേറ്റുകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു അനുകൂല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ ഒരു പ്രീ ഡിസൈൻ. ഓക്കെ, അപ്പൊ പ്രീ ഡിസൈൻഡ് ലേഔട്ട് കിട്ടുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഫോർമേഷനിലെ മാറ്റങ്ങൾ വരുത്താൻ മാത്രം മതിയെങ്കിൽ നമുക്ക് എന്താ അതുകൊണ്ട് ബെനിഫിറ്റ്, നമുക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരില്ല, ഒരുപാട് എഫേർട്ട് അതിന് വേണ്ടിയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടും കുറവായിരിക്കും അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കും അല്ലേ, ഉപകാരമുള്ളതല്ലേ. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി വേർഡ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് 7th പോയിന്റിൽ പറയുന്നത്. These templates offer pre-designed layouts and formatting that save time and effort for users. ഉപഭോക്താവിന് അവരുടെ ടൈം സേവ് ചെയ്യാനും കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ അല്ലെ, അവരുടെ എഫേർട്ടും കുറച്ച് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു ഫോമാറ്റ് കാണിക്കുന്നുണ്ട്. ഡോക്യുമെന്റ് ഹെഡർ, പിന്നെ ഡോക്യുമെന്റ് ഏരിയ, ബാക്കി അല്ലെ ഇവിടേക്കുള്ള ടൂൾ ബാറുകളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്തെടുത്ത് അല്ലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ അതിലുള്ള ഘടകങ്ങൾ അല്ലെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ അത് പിക്ചർ അല്ലെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് യൂസറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. ഓക്കെയാണോ? അതായത് ടിക്കറ്റ്സുകൾ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള മാറ്റേഴ്സ് ഫ്ലയേഴ്സ് എന്നുള്ളതിന് ശരിക്കും ടിക്കറ്റുകളൊന്നും മാത്രമല്ല, ശരിക്കും അതിന്റെ സ്പെല്ലിംഗ് കറക്ഷന്റെ ഒരു പ്രത്യേകതയാണ്. ഫയൽസ് എന്നുള്ളതിന്റെ മീനിങ് ആണ് ആക്ച്വലി വരുന്നത്.
പിന്നെ ടിക്കറ്റുകൾ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ നമുക്കറിയാം അതിനൊക്കെ നേരത്തെ കുട്ടിയുള്ള ഇതുകളാണ് അല്ലെ. ഇതില് ശരിക്കും ആക്ച്വലി ഇവിടെ കൊടുക്കുന്ന അതിന്റെ ഒരു സ്പെല്ലിംഗ് കറക്ഷൻ നിങ്ങൾ വരുത്തിയാൽ മതി. ഇൻക്ലൂഡിംഗ് റെസ്യൂംസ്, ലെറ്റേഴ്സ്, ഫയലുകൾ രൂപകൽപ്പന ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തിനു വേണ്ടെങ്കിലും അത് ഉപയോഗിക്കാം അല്ലെ. നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾസ് പറയുന്നുള്ളൂ. ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യാം, റെസ്യൂമുകൾ തയ്യാറാക്കാം, കേസ് അസൈൻമെന്റുകൾ തയ്യാറാക്കാം, എന്തെങ്കിലുമൊക്കെ അല്ലെ. എന്തെങ്കിലും പേപ്പർ വർക്കുകൾ, ഏത് തരത്തിലുള്ള പേപ്പർ വർക്കുകൾ നമുക്ക് ഇതിലൂടെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. നോട്ടീസുകൾ തയ്യാറാക്കാം അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഫയലുകൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ. ഫയലുകളിൽ പല കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. ചിലപ്പോൾ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് പേപ്പറുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൾഡറിലോ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള അല്ലെ ഇതിന്റെ ഫീച്ചേഴ്സ് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? അത് നിങ്ങൾ ചേഞ്ച് ചെയ്തില്ലേ? ഓക്കെ, ഫയലുകളിൽ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ. അപ്പൊ നമുക്ക് അല്ലെ ഇല്ലാതെ സംശയമില്ലാതെ തന്നെ അത് പോകാം. ഓക്കെ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് പറയുന്നത്? ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലിൽ ആശുപത്രികളിൽ ഇതിന്റെ പ്രായോഗികത എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അല്ലെ പഠിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വേർഡ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, പേഷ്യന്റ് റെക്കോർഡ്. നമുക്കറിയാം ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലുന്നത് മുതൽ അല്ലെ അവർക്ക് പേഷ്യന്റിന് അവിടെ റെക്കോർഡുകളൊക്കെ ഫയൽ ചെയ്ത് പോകണം അല്ലെ. അഡ്മിഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്ത് ടെസ്റ്റും കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് പോകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ആൻഡ് കീപ്പ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് ഇലക്ട്രോണിക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് ഫയലിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് റെക്കോർഡ്സുകളെല്ലാം അപ്ഡേഷൻ ഒക്കെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ അവിടെ അതിന് കഴിവുള്ള അല്ലെ പ്രൊഫഷണൽസിന്റെ ആവശ്യമുണ്ട് അല്ലെ. ഉണ്ടാവില്ലേ? കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ആൻഡ് കീപ്പ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം എന്താണ് അത് കീപ്പ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടു കൂടി കീപ്പ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽസിനെ സഹായിക്കാനായിട്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് അവസരം നൽകുന്നു. Then these records consist of a patient's demographic, medical history, test result, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. നമുക്കറിയാം റെക്കോർഡ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ അല്ലെ അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. അപ്പൊ എന്താണ് നമ്മുടെ ഇൻ കേസ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ തുടങ്ങിയുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അല്ലെ അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടപടിക്രമങ്ങളെല്ലാം അതിലുണ്ടാവും. ദെൻ മെഡിക്കൽ ഹിസ്റ്ററി, അവര് അഡ്മിഷന്റെ ടൈമിൽ കൊടുക്കുന്ന മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ അതിൽ ഇൻവോൾവഡ് ആയിരിക്കും. ദെൻ ടെസ്റ്റ് റിസൾട്ട്, ഇൻ കേസ് അങ്ങനെ അവര് ഡോക്ടറെ കണ്ടത് മുതലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളുടെ ഒക്കെ റിസൾട്ടുകൾ ഉണ്ടാവും. രോഗനിർണയവുമായി ബന്ധപ്പെട്ട സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഡീറ്റെയിൽസും റിപ്പോർട്ട്സുകളെല്ലാം അതിൽ ഉൾപ്പെടും. ദെൻ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, അതായത് ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഈ കേസ് നമുക്കറിയാം ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്, നമുക്കറിയാം ഇപ്പോ നിലവില് ഈ രോഗത്തിന്റെ പുരോഗതി ഇല്ല എത്രത്തോളം ആയി, കുറഞ്ഞോ കൂടിയോ അങ്ങനെയുള്ള എല്ലാ ചാർട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫയലിൽ അടങ്ങിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് തന്നെ അവര് റെക്കോർഡ് ചെയ്തു പോകും. Then words formatting options enable the organization and customization of a patient information for easy reference and retrieval. എന്തായാലും എടുത്ത് പറയുന്ന കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള വേർഡ് ഫോർമാറ്റിംഗ് യൂസേജ് കൊണ്ട് അല്ലെ നമുക്ക് കൃത്യമായിട്ട് തന്നെ അവര് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ അതിനകത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരുടെ വിതരണത്തിന് അല്ലെ
Words formatting options enable the organization and customization of a patient information for easier reference and retrieval. In case നമുക്ക് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന്റെ ആ ഒരു വെരിഫിക്കേഷൻ നോക്കണം, അല്ലെങ്കിൽ ഇന്ന ദിവസം വന്നപ്പോൾ ഏത് മെഡിസിൻ അല്ലെ മെഡിസിൻ കൊടുത്തിട്ട് എന്ന് തുടങ്ങിയാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ എന്തിനെ കുറിച്ചിട്ടും ആ രോഗിയെ കുറിച്ചിട്ടുള്ള ഏത് ഇൻഫോർമേഷനും എളുപ്പം തന്നെ അവർക്ക് നോക്കിയെടുക്കാനായിട്ട് അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് വീണ്ടും എടുത്ത് നോക്കാനായിട്ട് അല്ലെ, റിട്രൈവൽ എന്ന് വെച്ചാൽ വീണ്ടും അത് എടുത്ത് ബോധവൽക്കരണം, അതായത് അവബോധം എന്താണ് കൊടുത്തതെന്നുള്ള കാര്യം ഒന്നും കൂടി ഓർമ്മിക്കാനുള്ള ഒരവസരം ഇതുമൂലം സാധ്യമാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നമുക്കറിയാം നേരത്തെ കൂട്ടി ഒരു ഫയലിൽ തന്നെ അല്ലേ, ഒരു റെക്കോർഡിൽ തന്നെ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ഡേറ്റിന്റെയോ ഏതെങ്കിലും സ്കാനിങ്ങിന്റെയോ എന്തെങ്കിലും ടെസ്റ്റിന്റെയോ എന്ത് കാര്യം നോക്കാനായിട്ടാണെങ്കിലും എളുപ്പത്തിൽ അത് നോക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളുടെ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. അതായത് നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളല്ലേ, ഇപ്പൊ രോഗിയെ പരിശോധിക്കുകയും അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് ഈ വേർഡ് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. Physicians and other healthcare providers can use the word to create medical reports, referral letters, discharge summaries, and other clinical correspondence. അതായത് ഏറ്റുകുത്ത് ജോലികളുള്ള എന്ത് കാര്യമാണെങ്കിലും അല്ലെ, ക്ലിനിക്കൽ ആയിട്ടുള്ള കറസ്പോണ്ടൻസുകൾ എന്താണെങ്കിലും ഇൻ കേസ് ഡിസ്ചാർജ് ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ. അതേമാതിരി തന്നെ മറ്റൊരു പ്ലേസിലേക്കൊക്കെ പറഞ്ഞേക്കുകയാണെങ്കിൽ റെഫറൽ ലെറ്റേഴ്സുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അല്ലെ, കൃത്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ ഫിസിഷ്യനെല്ലാം അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കൊക്കെ ഈ ഒരു വേർഡ് ഫോർമാറ്റ് അതെന്ന് പറയുന്നത് വളരെ സഹായകരമായിട്ടുള്ള ടൂളാണ് എന്നാണ് പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് അങ്ങനെ തന്നെയാണ് അല്ലെ, അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഒരു പ്രീവിയസ് കോപ്പിയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തി തന്നെ അവർക്ക് ഡേറ്റും വ്യക്തികളുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നും. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ, ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. കേളെ കണ്ടിന്യൂ ചെയ്തു പോകാലോ. എവിടെയെങ്കിലൊക്കെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോട്ടാ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് വിതിൻ ഹോസ്പിറ്റൽസ്. അതായത് നമുക്കറിയാം അവിടെ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെതായ കുറെ പ്രോട്ടോകോളുകൾ ഉണ്ട് അല്ലെ, നിയമാവലികളുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതൊക്കെ തന്നെ അത് തന്നെയാണ്. അതായത് അവിടെ ഒരു മാനദണ്ഡങ്ങളുടെ ബേസിലായിരിക്കും, ചില പ്രോട്ടോകോളുകളുടെ ബേസിലായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ മൂവ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് അല്ലെ, സൃഷ്ടിക്കാനൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും വേർഡ് ഫോർമാറ്റിലൂടെയാണ് സാധിക്കുന്നത്. വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വിത്തിൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനുള്ളിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മാനദണ്ഡ കാര്യങ്ങളൊക്കെ അത് എന്താണ് സൃഷ്ടിക്കുന്നതിനും അപ്ഡേഷൻ ഒക്കെ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തുന്നതിനും വേർഡ് ഒരു സഹായകരമായിട്ടുള്ള തന്നെ ഒരു ടൂൾ തന്നെയാണ്. These documents frame step-by-step instructions for various processes like infection control protocols, then medication administration directives and emergency response procedures.
അതായത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വരികയാണ് അല്ലെ, അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു നിയമാവലി പെട്ടെന്ന് തന്നെ രൂപീകരിച്ചു കൊടുക്കാം. നമുക്കറിയാം ഇപ്പൊ കോവിഡ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള പേഷ്യൻസിനൊക്കെ വായിച്ച് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവർക്ക് ഒരു പ്രോട്ടോകോള് പാലിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ രൂപകൽപ്പന ചെയ്തിട്ടൊക്കെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും അവരോടൊക്കെ പതിച്ചിട്ടുണ്ടാവും അല്ലെ, സാമാന്യ അകലം പാലിക്കണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ അവിടെ പോയി ക്യൂ നിൽക്കണം, അങ്ങനെ പ്രത്യേകമായിട്ട് അല്ലെ എന്തെങ്കിലും പ്രത്യേക എമർജൻസി സിറ്റുവേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു അടിയന്തര എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്ററിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും എന്താണ് വീട്ടിലൂടെ തന്നെ ഈ ഡോക്യുമെന്റുകൾ ഇൻ കേസ് ഇങ്ങനത്തെ ആ ഒരു മെസ്സേജുകൾ അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ രൂപകൽപ്പന ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻ കേസ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ്, അതായത് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളവര് ചില കാര്യങ്ങളൊക്കെ അല്ലെ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഇന്ന സമയങ്ങളായിരിക്കണം വരേണ്ടത്, ഇന്ന സമയത്ത് മാത്രമാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയുള്ളൂ, അതിന്റെ റിസൾട്ടുകളൊക്കെ ഇത്ര ടൈമിനുള്ളിലാണ് അവൈലബിൾ ആകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ മെഡിക്കൽ അല്ലെ നമ്മുടെ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, അതായത് പടർന്നു പിടിക്കാതിരിക്കാത്തക്ക വിധത്തില് നമുക്കറിയാം കോളറ പനിയൊക്കെ പടർന്നു പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിന്റെയും കുറച്ച് അല്ലെ എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും, കാണാറില്ലേ നമ്മള് ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ അണുബാധയുടെ ഒക്കെ നിയന്ത്രണത്തിന് വിധേയമായ കുറച്ച് മാറ്റേഴ്സ് ഒക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് അതൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റലുകാർ തിരഞ്ഞെടുക്കുന്ന ഒരു ടൂളാണ് ഇത് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലൂടെ അവിടെ കൃത്യമായിട്ട് എല്ലാ ഡാറ്റാസുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഒപ്പിയെടുത്തിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഹോസ്പിറ്റലിൽ ഉപയോഗപ്രദമാക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെയാണോ? അതായത് ഫ്രെയിം ചെയ്ത് ഒന്നുകൂടി പറയാം. അതായത് ഇതിൽ നമുക്കറിയാം അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഹോസ്പിറ്റലിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് അണുബാധയുമായി ബന്ധപ്പെട്ട ചില പ്രോട്ടോകോളുകൾ കൊടുക്കണമെങ്കിൽ സാമാന്യ അകലം പാലിക്കണം അല്ലെ, ഒരു വ്യക്തി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഇൻ കേസ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇന്ന സമയത്ത് വന്ന ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന സമയത്ത് വരണം, അത് ഇത്ര ടൈമിനുള്ളിലാണ് ആ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ നേരത്തായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്, ഇൻ കേസ് ആഫ്റ്റർ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കിട്ടണമെങ്കിൽ ഈ സമയത്താണ് വരേണ്ടത്, അങ്ങനെ പലതരത്തില് ഹോസ്പിറ്റലിന് കുറെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ച് കൊടുക്കേണ്ടതുണ്ടാവും. ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പങ്കുവെച്ച് കൊടുക്കാനായിട്ട് അവര് എന്തായാലും ഒരു ഫോർമാറ്റ് തയ്യാറാക്കും അല്ലെ, ഒരു ഫ്രെയിം ചെയ്തെടുക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് പോസ്റ്ററൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ഒട്ടിക്കാനൊക്കെ. ഓക്കെ, അപ്പൊ നോട്ടീസോ അല്ലെങ്കിൽ പോസ്റ്ററോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ പിക്ചർ സഹിതം തന്നെയായിരിക്കും അവര് നിർദ്ദേശങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്താണ് മോസ്റ്റ്ലി അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഏതാണ്? നമ്മുടെ വേർഡ് പ്രോസസ്സിംഗ് ടൂളാണ്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകൾ നടപടിക്രമങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യാനായിട്ട് ഈ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ടൂള് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. എന്താണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്? അതായത് it can be used to expand educational materials for patients like vouchers, handouts and informational leaflets. അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസിനെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവര് ഗ്രഹിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ മിക്കവാറും നമുക്കറിയാം പേഷ്യൻസ് വയ്യാത്തൊരവസ്ഥയിലായിരിക്കും അല്ലെ, അവർ ഒരുപാട് പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഭയങ്കര ജിജ്ഞാസയോടും ഉത്കണ്ഠയോടുകൂടിയൊക്കെ എന്താണാവോ എനിക്ക് രോഗം എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവര് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നിർദ്ദേശിച്ചാൽ ചിലപ്പോൾ അവര് കേൾക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഡോക്ടേഴ്സ് ഒക്കെ എന്താ ചെയ്യാം?
ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറെ അതിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇൻ കേസ് ഒരു എൻഡോസ്കോപ്പി എടുത്തിട്ട് വരണം എടുക്കാനായിട്ട് വരണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വേണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? അതിനുള്ള സാധ്യതകൾ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇന്ന ആ സമയത്ത് ഭക്ഷണം തലേ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പ്യുവർ ആയിട്ടുള്ള വാട്ടർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് എത്തണം, അങ്ങനെ കുറെ നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോൾ ഇവരോട് പറഞ്ഞിരുന്നു വരും. പക്ഷെ ഇവരെല്ലാം മറന്നുപോകും, പേഷ്യൻസ് ഒക്കെ മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് അവർ ചെയ്യുന്നത്, ഒരു ലീഫ്ലെറ്റ്സോ എന്തെങ്കിലും അല്ലെ, ഒരു ഹാൻഡ് ഔട്ട്സുകൾ അല്ലെങ്കിൽ എന്താണ് ബ്രൗച്ചേഴ്സ്, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള രീതി അല്ലെ, ഒരു അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു പിക്ചറോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും പേപ്പറുകൾ, അതിനൊക്കെ വ്യത്യസ്ത പേരുകളിലാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത്. എന്താണ് വൗച്ചേഴ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സ്, അങ്ങനെയൊക്കെയുള്ള ലീഫ്ലെറ്റ്സ്, ഓക്കെ, കാർഡുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അല്ലെ. അത് ഏത് രീതിയിലും ആക്കാം. ഹോസ്പിറ്റലിന് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അതിന് ഏത് രീതിയിലും ചിലപ്പോൾ ഒരു കാർഡ് കൊടുത്തേക്കായിരിക്കും, ചിലപ്പോൾ ലീഫ്ലെറ്റ്സ് പോലെയുള്ള രീതിയിലായിരിക്കും കൊടുത്തേക്കുന്നത്. അതായത് 1-2 പേജുകളൊക്കെ അടങ്ങിയ ബുക്ക്ലെറ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഐഡിയ മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ ഇൻസ്ട്രക്ഷൻസും സംഭവങ്ങളൊക്കെ തയ്യാറാക്കണമെങ്കിൽ എന്താണ്, അതിന് കമ്പ്യൂട്ടറിന്റെ ഇത്തരത്തിലുള്ള ഒരു ടൂളിന്റെ അല്ലെ സോഫ്റ്റ്വെയറിന്റെ സഹായം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിലൂടെയാണ് അവർ ഇത്തരത്തിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അല്ലെ, അവർക്ക് വിവരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, പേഷ്യൻസിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നത്. ഫോർ പേഷ്യൻസ് ലൈക്ക് vouchers and handouts and informational leaflets. Okay, healthcare professionals can generate visually engaging and informative documents to each patient about various medical conditions, treatment options, preventive measures and lifestyle changes. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻസ് പാസ് ഔട്ട് ചെയ്യുന്നു അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് അവരുടെ ഭക്ഷണക്രമത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡോക്ടേഴ്സ് ഡിസൈൻ ചെയ്ത് അല്ലെ, രൂപകൽപ്പന ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ എന്താണ് പ്രിവെന്റീവ് മെഷർ ആയിരിക്കും അല്ലെ, ചില രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇന്നത് ചെയ്യരുത് അല്ലെ, നേരത്തെ കൂട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന ഭക്ഷണത്തില് മധുരം ഉൾപ്പെടുത്തരുത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളായിരിക്കും. അപ്പൊ ചില ഇത് എന്താണ് ചേഞ്ചസ് വരുത്താനായിരിക്കാം ലൈഫ് ടൈമില്, അതായത് ലൈഫ് സ്റ്റൈലില്. ചിലതൊക്കെ എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കാം, ചിലതെന്താണ് ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻസ് ആയിരിക്കാം. അതായത് ഈ രീതികളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ഓപ്പറേഷന് വേണമെങ്കിൽ വിധേയമാക്കാം, അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ മരുന്നുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇഞ്ചക്ഷൻ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ ഫസ്റ്റ് ചാൻസ് കൊടുക്കാം. അങ്ങനെയൊക്കെ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആയിരിക്കില്ലേ പേഷ്യൻസ്? ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഉണ്ടാവോ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻഫോർമേഷൻസ് എത്രത്തോളം പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്ലെ, ഇന്ന മെഡിസിൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് മാറ്റേഴ്സുകളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലീഫ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, മൈൻഡിലേക്ക് ഉൾക്കൊള്ളാനായിട്ട്, മനസ്സിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ഇന്ന മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന പതിയെ ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ നിങ്ങൾ റേഡിയേഷനും കാര്യങ്ങളൊക്കെ നടത്തിയാൽ നിങ്ങളുടെ പെട്ടെന്ന് സ്റ്റേജസ് ഒക്കെ അല്ലെ, ഒരു ചില മെഡിസിൻസ് നമുക്കറിയാം ചിലതൊക്കെ പതിയെ മാറുള്ളൂ, ചിലതൊക്കെ അപ്ലൈ ചെയ്ത ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. അപ്പൊ ഇതിനൊക്കെ ഈ നിർദ്ദേശങ്ങൾ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ചിലത് ഫിനാൻഷ്യലി സൗണ്ടിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്ന ബുക്ക്ലെറ്റ്സുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് അല്ലെ പേഷ്യൻസിന് കൃത്യമായിട്ട് സമയമെടുത്ത് ഓരോന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഏതാണ് ഫസ്റ്റ് ഞാൻ എടുക്കേണ്ടത് അല്ലെ, മരുന്നിലൂടെ സ്റ്റാർട്ട് ചെയ്യണോ, ഇഞ്ചക്ഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ വേണം, കീഹോൾ സർജറി ചെയ്യണോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും.
അപ്പൊ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഭക്ഷണക്രമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലീഫ്ലെറ്റ്സുകൾ തയ്യാറാക്കാം. അതല്ലെങ്കിൽ മെഡിസിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ വേരിയേഷൻ മനസ്സിലാക്കാനായിട്ടുള്ള ലീഫ്ലെറ്റ്സുകൾ തയ്യാറാക്കാം. അങ്ങനെ ഏത് തരത്തിലും പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ലീഫ്ലെറ്റ്സുകൾ ഇവർക്കൊക്കെ നിർദ്ദേശങ്ങളായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ക്ലിയർ ആയോ? അതായത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള മറ്റൊരു കാര്യം വിഷ്വലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടി സാധിക്കും അല്ലെ. നമ്മൾ വേർഡ്സ് മാത്രം യൂസ് ചെയ്യണമെന്നില്ല, കളർഫുൾ ആക്കി വിഷ്വലി അല്ലെ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സുകൾ ഇതായിരിക്കും, ഇൻ കേസ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. അതൊക്കെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ, പേഷ്യൻസിന് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇവിടെ വീഡിയോസുകൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നില്ല. ഓക്കെ, പിക്ചറുകൾ ഓക്കെ വീഡിയോ പിക്ചറുകൾ അതിനകത്ത് രൂപകൽപ്പന ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട് വിഷ്വലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെ ഏത് ഫീച്ചറാണ്, അത് ഇവിടെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടത് അല്ലെ. വിഷ്വലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏത് ഫീച്ചറാന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വിച്ച് ഫീച്ചർ എന്നുള്ള കണ്ടീഷനിലാണ് അത് ചോദ്യങ്ങൾ വന്നത്. അപ്പോ അതില് കൃത്യമായിട്ട് തന്നെ വിഷ്വൽ അപ്പീൽ അല്ലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഏതാണ്? ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് അല്ലെ. ആ ഒരു ഒബ്ജക്റ്റിലൂടെയാണ് നമുക്ക് വിഷ്വലി ഈ വേർഡ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതായത് വിഷ്വലി ആക്കി മാറ്റാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കാണാറില്ല. നിങ്ങൾ മനസ്സിലാക്കി പോവുക ജസ്റ്റ്. ഈ ഇതിന്റെയൊക്കെ എന്താണ് SOPSന്റെ ഒക്കെ ഫുൾ ഫോം എന്തായാലും ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ, എഡ്യൂക്കേഷൻ മെറ്റീരിയൽ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. ഗവേഷണവും പബ്ലിക്കേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ബാക്കപ്പ് ക്രിയേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് സയന്റിഫിക് ആർട്ടിക്കിൾസ്. അതായത് ഇതിലൂടെ വീട്ടിലൂടെ നമുക്കറിയാം ഓരോ പ്രാവശ്യം ഓരോ ദിവസവും നമ്മൾ എന്താണോ അല്ലെ എത്രത്തോളം ഗവേഷണം നടത്തി അതിന്റെ പേപ്പേഴ്സ് ഒക്കെ തയ്യാറാക്കി പോകാനായിട്ട് കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി അല്ലെ. ഇന്നത്തെ ദിവസം ഇതിന്റെ പ്രോഗ്രസീവ് കണ്ടു, അതല്ലെങ്കിൽ അതിന്റെ അല്ലെ ഇത്രയും ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് വന്നു. അങ്ങനെ കൃത്യമായിട്ട് തന്നെ പേപ്പേഴ്സുകളെല്ലാം അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയ അവലോകനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് എന്താണ് വേർഡ് പ്രോസസ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ദിവസം പഠിച്ചല്ലേ ഗവേഷകർ അങ്ങനെയാണല്ലോ, ഓരോ ദിവസം റിസർച്ച് നടത്തിയിട്ട് എന്താണോ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതൊക്കെ എന്താണ് അതിലേക്ക് പുതിയ മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം വരുമ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് അതിന്റെ മാറ്റേഴ്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് തന്നെ ആ വേർഡില് അല്ലെ വേർഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്, അതായത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് തലത്തിലൊക്കെ അല്ലെ ഭരണ നിർവഹണ തലത്തിലൊക്കെ ചില ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടാവും. ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് wide range of administrative documents that includes memos, meeting minutes, policies and budget reports. നമുക്കറിയാം എന്തെങ്കിലും മെമ്മോകൾ തയ്യാറാക്കാനോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനോ മിനിറ്റ്സിന്റെ പേപ്പറുകൾ തയ്യാറാക്കാനോ നയങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ബഡ്ജറ്റ് റിപ്പോർട്ട് അല്ലെ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഇത്രയും എമൗണ്ട് ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നീക്കി വെച്ചു അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാനായിട്ടും വേർഡ്സ് എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അറിയാവുന്ന മെറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റലും ഇന്ന ഉപയോഗങ്ങൾ ഉണ്ടെന്നോ ഓർത്ത് വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളവരുണ്ട്, എന്താണ് ഡോക്ടേഴ്സ് തലത്തിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട്, റിസർച്ചുകാർ ഉപയോഗിക്കുന്നുണ്ട്, തന്നെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതേമാതിരി തന്നെ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ് കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം അപ്ഡേഷൻ വരുത്താനൊക്കെ ആയിട്ട് അതേമാതിരി തന്നെ സ്റ്റാർട്ടിങ് മുതൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും എന്താണ് നമ്മുടെ വീടിന്റെ ആ വലിയ ഹെൽപ്പ് സഹായകരമാണ്. വായിച്ചു നോക്കണോ?
ജസ്റ്റ് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒക്കെയാണല്ലേ. വേർഡിനെ കുറിച്ച് നോക്കിയപ്പോ നമ്മൾ ഉടനീളം കണ്ടത് ലെറ്ററുകള്, ഡോക്യുമെന്റ്, അല്ലെ, കേസ്, റെസ്യൂമുകള്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേർഡ് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ ഈ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ പറയുന്നത്? അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി അല്ലെ വേറൊരു രീതിയാണ്. സാധാരണയായിട്ട് നമ്മൾ ഒരു സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചിപ്പോ ഒരു പെട്ടെന്ന് അല്ലെ എന്താണ് ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ചില പിക്ചറുകളൊക്കെ കാണിച്ചു കൊടുക്കണം, അല്ലെ? ലൈവായിട്ട് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു എവിഡൻസ് ആയിട്ടൊക്കെ പിക്ചറുകൾ കാണിച്ചു കൊടുക്കേണ്ട വരും. ചിലപ്പോൾ ചിലവരുടെയൊക്കെ എന്താണ് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട വരും. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരുമ്പോഴാണ് അവിടെ ഒരു നല്ലൊരു അവതരണം ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നത്. ആണോ? ഇത് നമ്മള് വർത്താനം പറയുന്ന നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴെന്താണ് ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സും ഉണ്ട്. ഇൻ കേസ് അതിനോടൊപ്പം തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഓഡിയോകളൊക്കെ കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരുടെയും കൂടി കുറച്ച് സൗണ്ടുകളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കേൾക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി അതിലേക്ക് ലയിച്ചിരിക്കാൻ തോന്നും, അല്ലെ? കാരണം നമ്മൾ ഒന്ന് കേൾക്കുക മാത്രമല്ല കുറച്ച് വായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കുറച്ചും കൂടി വിഷ്വലി കാണുവാനും കൂടിയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ വിഷ്വലി കാണുവാനുള്ള കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് ഇച്ചിരി കൂടിയും ബെറ്റർ ആയിരിക്കും. ആണോ? ബെറ്റർ ആയിരിക്കുമോ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാണാനുള്ള കാര്യങ്ങൾ കൂടി അല്ലെ, അത് വീഡിയോ ക്ലിപ്സുകൾ കാണാം, ദെൻ ചിലരുടെയൊക്കെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ചിലപ്പോൾ ഓഡിയോ രൂപേണ കേൾപ്പിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ, അതോടൊപ്പം തന്നെ പ്രസന്റ് ചെയ്യാം, അല്ലെ? ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ എന്താണ് അത് നല്ലൊരു അവതരണ രീതിയായിട്ട് മാറും. അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു അവതരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. എന്താണ് അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഇതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഇത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ്. ഓക്കെ അല്ലേ? പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പ്രസന്റേഷന് വേണ്ടിയിട്ടാണ്, അവതരണത്തിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ജനറേറ്റ്, എഡിറ്റ് ആൻഡ് ഡെലിവർ ഡൈനാമിക് ആൻഡ് വിഷ്വലി എൻഗേജിങ് പ്രസന്റേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിഷ്വലി ഉൾപ്പെടുത്തിയിട്ട് അല്ലെ എല്ലാവർക്കും ദൃശ്യാത്മകമായ രീതിയിൽ, ചലനാത്മകമായ രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വോയിസും കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് വീഡിയോ ഉണ്ടാവും, ചിലപ്പോൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഓഡിയോസുകൾ ഉണ്ടാവും. അങ്ങനെയെല്ലാം എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് അല്ലെ അവതരണമൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇത് പെർമിറ്റ് യൂസേഴ്സ് ഉപഭോക്താവിന് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിക്കാൻ സാധിക്കും? എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഡൈനാമിക് ആൻഡ് വിഷ്വലി എൻഗേജിങ് പ്രസന്റേഷൻ അല്ലെ, വിഷ്വലി ആയിട്ടുള്ള മാറ്റേഴ്സുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവതരണങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ജനറേറ്റ് ചെയ്യാനായിട്ട് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Here are some main features and benefits of MS PowerPoint. എന്താണ് താഴെ പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കുറെ സവിശേഷതകള്. ഫസ്റ്റ് നോക്കാം, സ്ലൈഡ് ക്രിയേഷൻ എന്താണ് എന്നുള്ള ഐഡിയ കിട്ടിയോ? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഓക്കെ, നമ്മൾ ആദ്യത്തേല് നമ്മൾ കണ്ടു
ഡോക്യുമെന്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവര് നമ്മൾ പിക്ചറൊക്കെ ആഡ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതില് നമ്മൾക്കറിയാം വീഡിയോയും കൂടി ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഓഡിയോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമാറ്റ് അല്ലെ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് സ്ലൈഡ് ക്രിയേഷൻ ആണ്. PowerPoint extends a user-friendly interface for generating slides. അതായത് ഓരോ സ്ലൈഡുകൾ വഴിയായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ലൈഡ് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്, ഇമേജസ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് മൾട്ടിമീഡിയ എലമെന്റ്സ് ടു സ്ലൈഡ് വിച്ച് enable them to carry information in an effective manner. അതായത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ഇമേജുകളും അതേമാതിരി തന്നെ ഷേപ്പുകളും ചാർട്ടുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തി നമുക്ക് രൂപകൽപ്പന ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിലൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. വിച്ച് enable them to carry information in an effective manner. നല്ല ഫലപ്രാപ്ത രീതിയിൽ തന്നെ എന്താണ് വിവരങ്ങളെല്ലാം തന്നെ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേമാതിരി തന്നെ സ്ലൈഡ് ഫോർമാറ്റിംഗ്. എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് പറയുന്നത്? PowerPoint offers a wide reach of formatting options to customize the appearance of slides. Users can apply themes, alter fonts, colors and backgrounds, and use transitions and animation to improve visual appeal and engage the audience. അതായത് നമുക്കറിയാം ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരെ എന്താണ് പിടിച്ചിരുത്തക്ക വിധത്തില് എല്ലാം കൂടി ഈ ഒരു അവതരിപ്പിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇൻ കേസ് ആനിമേഷന് വേണമെങ്കിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താം. ഇൻ കേസ് അതേമാതിരി തന്നെ എന്തെങ്കിലും ഫോണല്ലേ കളറുകളോട് കൂടിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അത് കൃത്യമായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഓഡിയൻസിനെ പിടിച്ചിരുത്തക്ക വിധത്തിലുള്ള രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ തീംസ്, ആൾട്ടർ ഫോൺസ്. ഫോണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ആണെങ്കിൽ പിക്ചറോട് കൂടിയ ഓരോ പോയിന്റ്സുകളായിരിക്കും കൊടുക്കുന്നത്. എന്താണ് ഒരു ലുക്ക് ചെയ്യുക അല്ലെ, നമുക്കതൊന്ന് കാണാനായിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ. അതോടൊപ്പം തന്നെ നല്ല കളറോട് കൂടിയ ഒരു പ്രത്യേക പിക്ചറോട് കൂടിയ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള രീതിയിൽ തന്നെ ചില പോയിന്റ്സുകളൊക്കെ അവതരിപ്പിക്കാം. അപ്പൊ എന്താണ് ആ ബാക്ക്ഗ്രൗണ്ടും ആ ഫോണ്ട് സൈസും കാര്യങ്ങളും അതേമാതിരി തന്നെ അതിന്റെ ഇതുകൾ അല്ലെ ആ ഓരോ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിലേക്ക് ഒരു ആകർഷകം വരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ടു ഇംപ്രൂവ് വിഷ്വൽ അപ്പീൽ ആൻഡ് എൻഗേജ് ദ ഓഡിയൻസ്. അവിടെ എല്ലാവരെയും തന്നെ ഓഡിയൻസിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി വീണ്ടും സ്ലൈഡ് ലേഔട്ട്സിൽ പറയുന്നത് PowerPoint provides slide layouts designed previously, making it easy to generate consistent professional looking presentations. അതായത് നമുക്ക് നേരത്തെ കൂട്ടി പ്രീവിയസ് ആയിട്ടുള്ള കുറെ സ്ലൈഡുകൾ തരും. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, നേരത്തെ കൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങൾ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ തന്നെ ചേഞ്ചസ് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് പ്രൊഫഷണൽ ലുക്കിംഗ് ആക്കി എടുക്കാനായിട്ട് ഈ പ്രീവിയസ് സ്ലൈഡുകൾ കൊണ്ട് സാധിക്കും. ഒരുപാട് സമയം എടുക്കാതെ തന്നെ അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ അപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ സെലക്ട് ഫ്രം variety of layouts for little slides, content slides, comparison slides and more, saving time and effort in the slide design. ഓക്കെ, ഇവിടെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെറിയ സ്ലൈഡുകൾ വേണോ അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന സ്ലൈഡുകൾ വേണമെങ്കിൽ ആവാം. അല്ലെങ്കിൽ കമ്പാരിസൺ, അതായത് നമുക്ക് എന്താണ് കമ്പാരിസന് അടങ്ങിയ പറ്റിയുള്ള തരത്തിലുള്ള സ്ലൈഡുകൾ. അപ്പൊ നമുക്കറിയാം കോളൊക്കെ തിരിച്ച് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഒക്കെ കാണിച്ചിട്ടുള്ള സ്ലൈഡുകളായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് ചൂസ് ചെയ്തിട്ട് തന്നെ എന്താണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്ററൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഏത് സ്ലൈഡ് വേണമെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് എടുത്ത് അവതരിപ്പിക്കാൻ പറ്റുമ്പോഴെന്താണ് അവിടെ ഒരുപാട് സമയം കൊടുക്കാതെ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് എഫേർട്ടും അല്ലെ ഒരുപാട് സമയവും ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞ മാതിരി എന്താണ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, അതായത് PowerPoint permits the insertion of multimedia elements like images, audio and video files, etc.
അപ്പൊ നമുക്ക് ഈ ഫയലിലെല്ലാം എന്താണ് വേണമെങ്കിൽ വീഡിയോ ഫയലുകളും ഓഡിയോസും ഇമേജുകളെല്ലാം കൂട്ടിച്ചേർക്കാനായിട്ട് മൾട്ടിമീഡിയ എലമെന്റ്സുകളൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. This makes the user able to incorporate visual and authority aids into their presentation. അപ്പൊ നമുക്കറിയാം അവതരിപ്പിക്കുമ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാത്തിന്റെയും കൂടിയും ഇൻക്ലൂഡഡ് ആവുന്ന നമുക്കറിയാം ഒരുപാട് ബോറിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അപ്പിയറൻസോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. മേക്കിംഗ് ദം മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ആ പോയിന്റുകളെല്ലാം അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കാനായിട്ട് അല്ലെ. അതെന്താ പ്രത്യേകത? നല്ല രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് എങ്ങനെയായിരിക്കും? വെൽക്കം ചെയ്യോ? സ്വീകരിക്കോ? ആണോ? സ്വീകരിക്കോ? ഇട്ടിട്ട് പോയ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ കാരണം പോയെന്ന് തോന്നുന്നു എല്ലാവരും. ഇല്ല അല്ലെ, പോയിട്ടില്ല. അപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ എന്താണ് ക്ലിയർ ആയില്ല. ചോദ്യം എന്താണെന്ന് ക്ലിയർ ആയില്ല അല്ലെ. അതായത് ഇതില് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും എന്താ പറയുന്നത്, യൂസേഴ്സ് ഏബിൾ ടു ഇൻകോർപ്പറേറ്റ് വിഷ്വൽ ആൻഡ് authority adds into their presentation, making them more interactive and engaging. അല്ലെ, ശ്രോതാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലെ, മൊത്തത്തിൽ ഒരു ദൃശ്യാത്മകമായിട്ട് ആകർഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെ, എല്ലാവരെയും കൂടി അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെയൊക്കെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തമായിട്ടുള്ള അവതരണം അത് നല്ല രീതിയിൽ അവർക്ക് ശക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലൈഡുകളിലൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സും ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഓഡിയൻസ് എല്ലാവരും സ്വീകരിക്കുമോ? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഓക്കെ, ഓഡിയൻസ് സ്വീകരിക്കും അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അവരെ ബോറടിപ്പിക്കുന്നില്ല അല്ലെ, അവര് ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ വ്യക്തമായ രീതിയിൽ പിക്ചർ സഹിതമാക്കിയാണ്. അതേമാതിരി തന്നെ വീഡിയോ ക്ലിപ്സും പവർഫുൾ ആയിരിക്കും. വീഡിയോ ക്ലിപ്സുകൾ ഉണ്ടാവും, ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാവും. അപ്പൊ തന്നെ എന്താണ് അവര് ഉദ്ദേശിക്കുന്ന മാറ്റേഴ്സ് എല്ലാം തന്നെ അവരിലേക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ടും സാധിക്കും. അവർക്ക് സ്വീകാര്യവുമായിരിക്കും അല്ലെ. വൺ മാൻ ഷോ പോലെ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് എന്താണ് നമ്മുടെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് കൊണ്ട് സാധ്യമാകുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്കൊരു ലാസ്റ്റ് പാരഗ്രാഫും കൂടെ ഉണ്ട്, അതുകൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് സമയം തരാം. Overall, Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentation. It uses a friendly interface, formatting options, multimedia integration, and collaboration features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner. അതായത് നമ്മള് പറഞ്ഞ സെന്റൻസുകളൊക്കെ തന്നെയാണ്. അതായത് പ്രധാനമായിട്ടും നല്ല ഒരു അല്ലെ വിഷ്വലി അപ്പീലിംഗ് കൊടുക്കുക, അത് പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്താ പറയുന്നത്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ്സ് എ പവർഫുൾ ഗ്രൗണ്ട് അല്ലെ, ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു അടിത്തറയാണ് പ്രദാനം ചെയ്യുന്നത് അല്ലെ. നമുക്ക് നന്നായിട്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ഒരു അടിത്തറ തന്നെയാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. കാരണം അതില് എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ അവർക്ക് അവതരിപ്പിക്കാനായിട്ടുള്ള ആർക്കാണെങ്കിലും യൂസേഴ്സിന് ആർക്കാണെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കും. ഇറ്റ്സ് യൂസേഴ്സ് ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അല്ലെ. നമ്മൾ പറഞ്ഞ സ്ലൈഡുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതെടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡ് ആ രീതിയാണോ, ഒരു കമ്പാരിസൺ നടത്തേണ്ട മാറ്റർ ആണോ, അല്ലെങ്കിൽ
പിക്ചർ ആനിമേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള മാറ്റർ ആണോ? അപ്പൊ അതിനൊക്കെയുള്ള പലതരത്തിലുള്ള സ്ലൈഡുകളുള്ള കാരണം കൊണ്ട് ഉള്ള സ്ലൈഡിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് രൂപകൽപ്പന അല്ലെ എന്തെങ്കിലുമൊക്കെ മാറ്റേഴ്സ് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്ത് വരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ എന്താണ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസുകൾ പലതും ഉണ്ട്. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീഡിയോ ഓഡിയോ എല്ലാം തന്നെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അതിന്റെ കൊളാബറേഷൻ ഫീച്ചേഴ്സ് മേക്ക് ഇറ്റ് എ പോപ്പുലർ സെലക്ഷൻ ഫോർ പ്രൊഫഷണൽസ്. അപ്പൊ നമുക്കറിയാം നല്ല അല്ലെ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസുകളിലൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. ചിലർക്ക് ചിലപ്പോ ആദ്യം അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിൽ കൂടുതൽ അല്ലെ ഇൻവോൾവഡ് ആവുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണൽസിൽ അവതരിപ്പിക്കുന്ന മാതിരി തന്നെ അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ദെൻ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ലുക്ക് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും അല്ലെ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതായത് കോളേജ് ലെവലിലുള്ള കാര്യം അല്ലെ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരെന്താണ് നല്ല രീതിയിൽ ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ ആശയവിനിമയങ്ങൾ നടത്താനായിട്ട് അല്ലെ നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ ആശയവിനിമയം നടത്താനായിട്ട് ഈ ടൂള് ഉപയോഗപ്രദമാക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ നമ്മള് 2 ടൂളിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ലാസ്റ്റ് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേരെ അല്ലെ. മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നും ചോദ്യം കാണാറുണ്ട്. അതേമാതിരി തന്നെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത് കാണാറുണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ളത്. തന്നെ ഇതില് സ്ലൈഡ് ക്രിയേഷൻ അല്ലെ. എപ്പോഴും സ്ലൈഡ് എന്നുള്ള ഒരു നെയിം ആയിരിക്കും പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ വരുന്നത്. അതും നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ് പവർ പോയിന്റ് എപ്പോഴും സ്ലൈഡുകളാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. സ്ലൈഡ്സ് വെച്ചിട്ടാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മൾട്ടിമീഡിയ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിമീഡിയ എന്നുള്ളതിന്റെ ആ ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാണ് ഓഡിയോ വീഡിയോ ഫയൽസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അതാണ് മൾട്ടിമീഡിയ എലമെന്റ്സ്. ലൈക്ക് എന്തൊക്കെയാണ് മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറയുന്നത്? ഇമേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തോ? ഓക്കെ, പൊതുവെ അത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.